ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിരുന്ന കെ വി തോമസ് ഇനി തമിഴ്നാടിന്റെ പ്രത്യേക പ്രതിനിധിയായേക്കും. ചർച്ചകൾ നടക്കുന്നതായി കെ വി തോമസ് 24നോട് സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി സി ജോസഫ് വിജയുമായി അടുപ്പമുള്ളവരാണ് സംസാരിച്ചത്. പിണറായി വിജയന്റെയും MA ബേബിയുടെയും അനുവാദത്തോടെ തീരുമാനമെടുക്കുമെന്നും കെ വി തോമസ് 24നോട് പറഞ്ഞു. വാക്കുകളിലേക്ക്. എൻ്റെ ചില സുഹൃത്തുക്കൾ, ഇത് ഒഫീഷ്യലാണോ എന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അടുത്ത് വിജയ് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, വിജയായിട്ട് അങ്ങനെ നേരിട്ട് ബന്ധമില്ല. പക്ഷേ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകൾ ചോദിച്ചു എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ, അത് വേറെ ചില സ്റ്റേറ്റുകൾ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രപ്പോസൽ അയച്ചു തരാം, പിന്നെ ആധികാരികമായിട്ട് വരട്ടെ. ആരെങ്കിലും വഴി പോകണവർ പറഞ്ഞാൽ നമുക്കത് ഏറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യും, ഞാൻ ഡൽഹിയിലുണ്ടാവും, പോയാലും ഞാൻ തിരിച്ചു വരും. ഓരോ കാര്യങ്ങൾ ഒരു പങ്കാളിത്തം ഉണ്ട് എനിക്ക്. ഞാനൊരു തീരുമാനമെടുക്കും, പൊളിറ്റിക്കൽ എടുക്കുകയാണെങ്കിൽ ഞാൻ പിണറായി വിജയനോടും ബേബി സഹോദരനോടും ചോദിക്കും. കാരണം അവരാണ് എനിക്ക് തണലായിരുന്നത്. ആ പ്രൊട്ടക്ഷൻ ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് തീരുമാനം ഞാൻ എടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരോട് സംസാരിക്കും, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന്. അവരുടെ അഭിപ്രായം തീർച്ചയായിട്ടും എൻ്റെ ഏത് തീരുമാനത്തിനും പ്രാധാന്യം അറിയിക്കുന്നതാണ്. ബൽറാം നെടുങ്ങാടി ബൽറാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതൊരു അസാധാരണമായ, ഇതുവരെ നമ്മൾക്ക് കേട്ടുകഴിവില്ലാത്ത ഒരു തീരുമാനമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് പോയി അവിടെ പ്രത്യേക പ്രതിനിധിയായി. ആ പ്രത്യേക പ്രതിനിധിയായ കാലയളവിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങളുടെയും കെ വി തോമസ് കൊടുക്കുന്ന ഓണറിന് തുകയുടെ കാര്യത്തിലൊക്കെ വലിയ വിമർശനം കേട്ട കാലമാണ്. എന്താണ് ആ തുകയ്ക്ക് കേരളത്തിൽ കിട്ടിയത് എന്ന ചോദ്യമൊക്കെ ഉണ്ടായി. എന്തായാലും ആ കാലാവധി കഴിഞ്ഞ് പയ്യെ തമിഴകം പിടിക്കുകയാണോ കെ വി തോമസ്? ബൽറാം. വെരി ഗുഡ് മോർണിംഗ് ഹഷ്മി. പ്രൊഫസർ കെ വി തോമസ് കോൺഗ്രസുമായി അകലുന്ന ഘട്ടത്തിൽ അദ്ദേഹം BJP-യുമായി ചേരുന്നുവെന്നും BJP-യിലേക്ക് അംഗത്വത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇക്കാര്യത്തിൽ അന്ന് വിശദീകരണം നൽകിയത് താൻ കോൺഗ്രസ്സുകാരൻ തന്നെയായി തുടരുമെന്നായിരുന്നു. ഇപ്പോഴും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം അത് ഇതുവരെയും ഉപേക്ഷിച്ചിട്ടില്ല എന്നും CPM-യുമായി സഹകരിക്കുക മാത്രമാണ് ഉണ്ടായത് എന്നും തന്നെ ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പോഴും തന്റെ മനസ്സിൽ താൻ കോൺഗ്രസുകാരനായി തന്നെ തുടരുകയാണെന്ന് അദ്ദേഹം അറിയിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലും. അതിൽ ഏറ്റവും പ്രധാനം 2 ദിവസം മുമ്പാണ് അദ്ദേഹം BL സന്തോഷ് BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടുകൾ വന്നത്. അദ്ദേഹം അത് തള്ളുന്നില്ല. എന്നാൽ താൻ BJP-യിലേക്ക് പോകുന്നില്ല, അജണ്ട വെച്ചുള്ള ചർച്ചകളല്ല നടക്കാൻ പോകുന്നത് BJP നേതാവുമായി എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെയാണ് തമിഴ്നാടിന്റെ ചുമതലയിലേക്ക് അദ്ദേഹം വരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഔദ്യോഗിക തലത്തിലുള്ള ചർച്ചകൾ ഇതുവരെയും നടന്നിട്ടില്ല. അത് നടന്ന് തനിക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു ഓഫർ വരികയാണെങ്കിൽ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ആ ഒരു ഓഫർ സ്വീകരിക്കുമ്പോഴും അത് പിണറായി വിജയന്റെയും MA ബേബിയുടെയും കൂടി അനുവാദത്തോടു കൂടി മാത്രമേ സ്വീകരിക്കൂ എന്നും തനിക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് പിന്തുണ നൽകിയത് ഇരുവരുമാണ്, അത് താൻ മറക്കില്ല എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ തന്നെ തുടരാൻ തന്നെയാണ് തീരുമാനം. തന്റെ പ്രവർത്തന മേഖലയായി ഡൽഹിയും തുടരുമെന്നും കൊച്ചിയും ഡൽഹിയിലുമായി തുടർന്നും പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്തായാലും ഈ ഒരു ചർച്ചകൾ തമിഴ്നാടിന്റെ ചുമതല ഏറ്റെടുത്ത് ഡൽഹിയിൽ തന്നെ തുടരാനുള്ള ചർച്ചകൾ അത് പുരോഗമിച്ചു വരികയാണ് എന്ന് ഏതാണ്ട് സ്ഥിരീകരണമായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.